ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ സുഖാണ്. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ പാട് പഴംപൊരി കഴിക്കാനൊരു പൂതി. അപ്പം അതിനെ കൊണ്ട് തന്നെ മോർണിംഗ് സ്നാക്സ് ആയിട്ടും ലഞ്ചായിട്ടും എല്ലാം കൂടി പഴംപൊരി ആക്കാന്ന് വിചാരിച്ച്. എനിക്ക് ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് കൊത്തു പൊറോട്ട ആക്കാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ കൂട്ടിയിട്ട് ബ്രഞ്ചായിട്ട് കഴിച്ച്. ഞാൻ കൊത്തു പൊറോട്ടന്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ജിംഷാക്കിയും കൂടിയോ ചായ എല്ലാം കുടിച്ച്. ഇന്ന് ജിംഷാക്ക് വീക്ക് ഓഫ് ആണ് കേട്ടോ. ഒരിക്കൽ ലീവുള്ള ദിവസം ഞമ്മക്ക് ഡ്യൂട്ടി ഉണ്ടാവുന്നത് ഭയങ്കര ഇടങ്ങാറാണല്ലേ. അപ്പൊ എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ഒരു മടി ഉണ്ടേനു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഡ്യൂട്ടിക്കൊക്കെ പോയി. ഇന്ന് കുറച്ച് വർക്കെല്ലാം പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം തീർത്ത് ഒക്കെ കഴിഞ്ഞപ്പോത്തിനൊരു സമയമായിരുന്നു. ഈ വർക്കെല്ലാം പെൻഡിങ് ഉള്ള ദിവസം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ ഒരു മടിയാണല്ലോ അല്ലേ. അപ്പം വർക്കെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സിസ്റ്റം നോക്കിയതിനെ കൊണ്ടാണ് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഇങ്ങനെ കഴിച്ച്. ഞാൻ ആക്ച്വലി ഒരു ടീ ലവറൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ തലവേദന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുമാതിരി ഒരു ഇടങ്ങാറുള്ള സമയത്തൊക്കെ ഈ ഒരു കട്ടൻ ചായ കുടിക്കുന്നത് ഒരു നല്ലൊരു ഓപ്ഷൻ അല്ലേ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയെന്ന്. ഞാനിന്ന് ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് തന്നെ ജിംഷാക്ക പറഞ്ഞേനു ഇന്ന് നമുക്ക് ഫഹദിനെ നാട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോകണമെന്ന്. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് എത്തുന്ന സമയം തന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് വന്നത്. എന്താ വെച്ചാൽ എനിക്ക് പുറത്ത് പോകല്ലോ എന്നുള്ള ആ ഒരു ഇതില്. പിന്നെ നമ്മൾ നേരെ പോയത് അജ്മൽ പെർഫ്യൂംസിലേക്കായിരുന്നു. അവിടുന്ന് അവനക്ക് വീട്ടിലേക്കുള്ളതും അവൻ്റെ ആവശ്യത്തിനുള്ള പെർഫ്യൂംസും കാര്യങ്ങളും എല്ലാം എടുത്ത് കഴിഞ്ഞ്. പിന്നെ അവിടെ പോയ സമയത്ത് ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ അവിടെയുള്ള പുതിയ കളക്ഷൻസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടോ. ഓരെന്തോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ അവരിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ എൻ്റെ കൂടെ വരുന്ന ആൾക്കാരാണെങ്കിൽ മൂപ്പരോട് പറഞ്ഞിരിക്കുന്നത് ഞാനെന്തോ വലിയ യൂട്യൂബറാണ് എന്നൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരുപാട് പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് പോയോക്കി. അബുദാബി ബനിയാസിലുള്ള എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് പോയേക്കേണ്ടതായിട്ടാണ്. എന്താ വെച്ചാൽ നല്ല അഫോർഡബിളുമാണ്. അധികം ഇനി നമുക്ക് ഒരു 10-15 അവിടെയുള്ള സാമ്പിൾ പീസ് എങ്ങാനും തന്ന് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ആയിരിക്കും തോന്നുന്നത്. എന്തായാലും എല്ലാ പെർഫ്യൂംസും നല്ല സ്മെല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ലുലു പോയി. നിങ്ങളിത് കണ്ടോ? ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നത് ഇവനില്ലേ, ഇവനാട്ടോ എനിക്കിത് കാണിച്ചുന്നത്. അവിടെ ഒരു സെയിൽ ചെയ്യാൻ വെച്ചതാണ് ഈ സ്വീറ്റ്സ് എല്ലാം. ഈ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഷോക്ക് വെക്കൂലേ, ആ സ്വീറ്റ്സ് എല്ലാം സാമ്പിളിനാന്ന് പറഞ്ഞിട്ട് തിന്നോക്കണത്. നിങ്ങളെല്ലാ ഫ്രണ്ട്സും ഉണ്ടാവില്ലേ ഇതുപോലെ? എല്ലാ ഫ്രണ്ട്സും മീൻസ് നിങ്ങളെല്ലാവരും ഗ്യാങ്ങിലും, നമ്മളെല്ലാ ഗ്യാങ്ങിലും ഉണ്ടാവില്ലേ ഇതുപോലത്തെ ഫ്രണ്ട്സ്. പിന്നെ അവിടുന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് കേട്ടോ ഓർഡർ ആക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പണ്ടൊക്കെ ഞാൻ നമ്മളെ കോഴിക്കോടുള്ളവർക്ക് അറിയാൻ മതിയോ, മിഠായി തെരുവിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഉണ്ടാവും ഇത് സെയിലാക്കാൻ വെച്ചിട്ട്. എൻ്റെ ഉപ്പക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ നിന്നിട്ട് സെയിലാക്കുന്നതല്ലേ, അവിടെ ഫുള്ള് ഇങ്ങനെ വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നല്ല. അപ്പം ഇതിൽ ഫുള്ളും പൊടിയാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉപ്പ വാങ്ങുന്ന തീരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. എന്നാലും ഞാൻ വാങ്ങും. ഞാൻ വാങ്ങിച്ച് അത് കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. SM സ്ട്രീറ്റിലേക്ക് കയറിയ പാടെ തന്നെ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ജായ് പൊറുതികേട് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഓരോ ഓഫ് ആയിരിക്കും. മീൻസ് അവിടെ ആ ഒരു ഇത് ഉണ്ടാവില്ല. അപ്പൊക്ക് എന്തോ ജാതിയാണ് ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ജിംഷാക്ക് എൻ്റെ കൂടി ജിംഷാക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ നമ്മളൊരാളും കൂടി കഴിച്ച്. പിന്നെ ഓനക്ക് കുറച്ച് സ്വീറ്റ്സും നട്ട്സും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഓൻ്റെ ആവശ്യത്തിന് എല്ലാം വാങ്ങിച്ച് ഓൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നിന്നെടുത്ത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഓനക്ക് കുറച്ച് ബാഗിലേക്ക് നമ്മൾ നിറച്ചെടുത്ത്. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നേരെ KFCയിലേക്കാണ് പോയത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതലും ഫാമിലിയും അങ്ങനെ ആരും ഇല്ലല്ലോ. അപ്പം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഫാമിലി ഇല്ലാത്ത ഒരു വിഷമവും ഇതുവരായിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിംഷാക്കിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. നമ്മളതേ വൈബിനുള്ളത്. ഇപ്പം ഷോപ്പിലുള്ളതാണെങ്കിലും അല്ല ഷോപ്പിൻ്റെ അടുത്തുള്ളതാണെങ്കിലും അങ്ങനെ ഹെൽപ്പായിട്ട് ഓരാണ് അധികം ഉണ്ടാവല്. എനിക്ക് എങ്ങനെയാണ് ഇവരെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടേ അറിയില്ല. അത്രയും നമുക്ക് ഓരോ കാര്യത്തിന് ഭയങ്കര ഉപകാരമാണ്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിനായാലും എന്തെങ്കിലും സാധനത്തിൻ്റെ കാര്യത്തിനായാലും ഒക്കെ എല്ലാവരും നല്ലൊരു ഇതാണ് നമുക്ക്. അതിൽ പെട്ട ഒരാളാണ് ഇവനും.
ഇപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും പോവാന്, പിന്നെ അതേപോലെ തന്നെ ഓരെന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന്. ഞാൻ ഇവിടെ റൂമിൽ ഒറ്റക്കാണല്ലോ, അപ്പോൾ ഇവർക്ക് കുറച്ചൊരു ഗ്യാങ് ഉണ്ട്. പക്ഷെ ആ ഗ്യാങ്ങിലേക്ക് ഇന്നും കൂടി ഇൻക്ലൂഡാക്കി ഇന്നേയും ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും അങ്ങനെയൊക്കെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.